പ്രിയപ്പെട്ടവരെ, പണവും സമ്പത്തും വ്യത്യാസമുണ്ടെന്ന് അച്ഛൻ വിചാരിക്കുകയാണ്. പണമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ അവൻ നേടിയെടുക്കുന്നതൊക്കെ പണമാണ്. എന്നാൽ സമ്പത്താകട്ടെ ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റില്ല. അതാണ് വചനം പറയുന്നത്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനം. 12-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കും. വിളിച്ചപേക്ഷിക്കുന്നതിന് മേൽ സമ്പത്ത് വർഷിക്കും. ഈ സമ്പത്ത് എന്താ? ഈ സമ്പത്ത് തന്നെയാണ് വെളിപാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17-ഉം 18-ഉം തിരുവചനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതുണ്ട്. യഥാർത്ഥ ധനികനാകുവാൻ അഗ്നിശുദ്ധി ചെയ്ത സ്വർണം എന്നോട് വാങ്ങുക. ആ വചനം എങ്ങനെയാണ്? എന്തെന്നാൽ നീ ധനവാനാണ്, നിനക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ യഥാർത്ഥ ധനികനാകാൻ അഗ്നിശുദ്ധി ചെയ്ത സ്വർണം എന്നോട് വാങ്ങുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അഗ്നിശുദ്ധി ചെയ്ത സ്വർണം അത് പരിശുദ്ധാത്മാവാണ്. ഒരു പരിശുദ്ധാത്മാവിന് നിറവാണ്. ആ പരിശുദ്ധാത്മാവിനെ നിറയുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നിറയുക എന്നതാണ്. അതാണ് ഗലാത്യലേഖനം 2:20 നമ്മൾ കാണുന്നത്. ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു കൃപ നിറയുന്നതാണ് യഥാർത്ഥ സമ്പത്ത്. അത് നമുക്കറിയാം. അസീസി പുണ്യവാൻ ജീവിതം അതാണല്ലോ. പണമുള്ള കാലഘട്ടത്തിൽ സൗഭാഗ്യവാനായി ജീവിച്ച ചെറുപ്പക്കാരൻ, അദ്ദേഹം അസീസിയുടെ തെരുവീതിയിലൂടെ സംഗീത ഉപകരണം വായിച്ച് ആഹ്ലാദിച്ച് കൂട്ടുകാരോടൊത്ത് രാത്രിയിൽ സഞ്ചരിച്ച ചെറുപ്പക്കാരൻ, ഈ ലോകത്തിൻ്റെ സുഖാനുഭവത്തോടെല്ലാം കടന്നുപോയി പ്രൗഢിയുടെയും ഭംഗിയുടെയും ആകർഷകത്വത്തിൻ്റെയും മഹത്വത്തിൻ്റെ ഉന്നതിയിലെത്തിയ ചെറുപ്പക്കാരൻ ഒന്നിലും തൃപ്തിയായില്ല. അവസാനം തൻ്റെ വസ്ത്രം പോലും ഉരിഞ്ഞ് പിതാവിൻ്റെ കൈ കൊടുത്തിട്ട് തിരിച്ചടങ്ങുന്ന ഒരു കഥയുണ്ട്. ആ കഥയിൽ അത് ഹൃദയഹാരിയായ കഥയാണ്. തണുത്തുറഞ്ഞ അസീസിയുടെ തെരുവിലൂടെ നടക്കുന്ന ഈ ചെറുപ്പക്കാരനെ ഒരു ചാക്കുടുത്ത് അരയിൽ ഒരു കെട്ടുകെട്ടി ചെരുപ്പില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരനെ വഴിമധ്യ ഒരു വൃത്തം തടഞ്ഞു നിർത്തും. നിന്നു. ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് വൃത്തം സൂക്ഷിച്ചു നോക്കി, ഈ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക്. എന്നിട്ട് ആശ്ചര്യത്തോടെ ചോദിച്ചു, നീ ആ ഫ്രാൻസിസ് അല്ലേ? ഫ്രാൻസിസ് പറഞ്ഞു, അതെ. നിൻ്റെ ആ പട്ടുടുപ്പും നിൻ്റെ ആ തൊങ്ങലുള്ള തൊപ്പിയും നിൻ്റെ കയ്യുറയും നിൻ്റെ മനോഹരമായ പാദുകങ്ങളും ഒക്കെ എന്തിയേ? ഫ്രാൻസിസ് പറയുന്നൊരു മറുപടിയുണ്ട്. അതെല്ലാം ഞാൻ പിശാചിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. എല്ലാം കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലാതെ ക്രിസ്തുവിൽ സമ്പന്നനായി ആ തെരുവീതിയിലൂടെ നടന്ന ആ ചെറുപ്പക്കാരനെ ഭ്രാന്തൻ എന്ന് വിളിച്ച് കുട്ടികൾ കല്ലെറിയുന്നുണ്ട്. ഈ ലോകം തള്ളിക്കളഞ്ഞു. പക്ഷെ ഓർക്കുക, ഇന്ന് ആ ഫ്രാൻസിസിൻ്റെ നാമത്തിൽ ലോകത്ത് എത്രയാ സമ്പത്ത്, എത്രയാ യൂണിവേഴ്സിറ്റികൾ,